ഹായ്, നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളതാണ്. എന്നാലും വീണ്ടും ഞങ്ങൾക്ക് എപ്പോഴും ടെൻഡൻസി ഉള്ള ഒരു സ്ഥലമാണ്. ഞങ്ങളിന്ന് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം പോയിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ ചാലക്കുടി എത്തിയപ്പോൾ ഞങ്ങളുടെ കൈക്കൊരു മഴയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അതിരമ്പള്ളി ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകി കിടക്കുന്നത് ഇങ്ങനെ കാണാലോ എന്ന് വിചാരിച്ചു. ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന അറിയില്ല, അവിടെ ക്ലോസ്ഡ് ആണെന്നൊക്കെ പറയണു. അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. ഇപ്പം മഴയൊന്നുമില്ല. പിന്നെ കുറെ പേര് റീൽസ് ഇട്ടുണ്ടായിരുന്നു ആന ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. ചുമ്മാ ഒന്ന് പക്ഷെ ഈ ടൈം ആയതുകൊണ്ട് കാണാൻ പറ്റുന്ന ഉറപ്പില്ല, കാരണം 11 മണിയായി ഇപ്പം. അറ്റ്ലീസ്റ്റ് ശരിക്കും ഞങ്ങൾ ഉച്ചയ്ക്ക് നേരെ എറണാകുളം പോവാൻ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ എത്തിയപ്പോ ഒരു സൈഡ് വലിവ്. അപ്പൊ അങ്ങനെ ഞങ്ങള് അതിരമ്പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ചുമ്മാ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അതെ, ഒന്നും എല്ലാം അതെ അൺഎക്സ്പെക്ടഡ്ലി എല്ലാം ഇങ്ങനെ. അപ്പം അതിന്റെ കുറെ എന്താ പറയാ വിഷ്വൽസ് ഇനി കാണാം. മലക്കപ്പാറ വാൽപ്പാറ പോയാൽ കിട്ടും, പക്ഷെ അവിടേക്ക് പോവാൻ എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോ ഞങ്ങൾ അതിരമ്പള്ളി വരെ പോയിട്ട് ചുമ്മാ വെള്ളച്ചാട്ടം കുറച്ചാൽ നോക്കി അതിന്റെ തിരിച്ചു പോരും. മഴേന്റെ കണ്ടീഷൻ കൊണ്ടേ നമുക്ക് എപ്പോഴാ മഴ പെയ്യാന്ന് അറിയാത്തൊരു സിറ്റുവേഷനാ. അപ്പൊ ഇനി അവിടെ വരെ പോയിട്ട് വെറുതെ റിസ്ക് എടുക്കണ്ട. നമ്മളങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം എന്താ, ലഗേജ് മുഴുവൻ ബാക്കിലിരിക്കുക. ചെന്നിട്ട് വേണം അവിടെ വിടാന്ന് വിചാരിച്ചിട്ട് പോയത്. പകുതി തുണികൾ അലക്കി തുടങ്ങിയിട്ടുമില്ല. എല്ലാം കൊണ്ട് ഇങ്ങനെ ഫ്ലാറ്റിൽ നിരത്തിടാന്ന് വിചാരിച്ച് പോയതാ. പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു ഉൾവിളി പോലെ. ഇനി ബാക്കി വിശേഷങ്ങൾ വഴിയെ നമുക്ക് കാണാം. ഞങ്ങളുടെ അതിരപ്പള്ളിയിലോട്ട് കടന്നുകൊണ്ടിരിക്കുന്നു. അതിരപ്പള്ളി ഭാഗത്ത് പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൂട്ടിന്റെ പോർഷനാണ്. രണ്ട് സൈഡിൽ നിറച്ച് മരങ്ങള്. എത്ര വെയിലുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളിൽ വരുമ്പോ വേറൊരു മൂഡാണ്. ഭയങ്കര ഒരു ഫീൽ അല്ലേ ഇതിന്റെ ഉള്ളിൽ. വേറെ ഒരു ചാറ്റൽ മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിലേ വാവ്, അങ്ങനെ ഒരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും. അത്യാവശ്യം തിരക്കുന്നുണ്ട്, വണ്ടികളൊക്കെ സൺഡേ ആണ്. അല്ല, അത് മാത്രല്ല വെക്കേഷൻ കഴിയാറായി. ഇപ്പൊ ആണെങ്കിൽ അതിരമ്പള്ളി നല്ല അങ്ങനെ കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ വെള്ളം കയറുന്ന സമയത്ത് ഞാൻ മുമ്പ് വരാറുണ്ടായിരുന്നു. നല്ല നിറഞ്ഞു ഒഴുകണ കാണാം. ഭയങ്കര ഫീലാണ്. കൂടുതൽ വിശേഷങ്ങൾ പറയില്ല, കാരണം ഒരുപാട് പ്രാവശ്യം അതിരമ്പള്ളി. അതെ, അതുകൊണ്ട് ഞങ്ങൾക്കും വീഡിയോ എടുക്കണോ വേണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ ചുമ്മാ നമുക്ക് തന്നെ ഒരു മൂഡ് വന്നപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഇവിടെ കൊറേ ഇങ്ങനെ വഴിയില് റംബൂട്ടാൻ ഇപ്പൊ സീസണാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഉണ്ട്, ഈ കടകളിലൊക്കെ ഫുള്ള് കാണുന്നുണ്ടോന്ന് അറിയില്ല. നല്ല നാടൻ സാധനം കിട്ടും. കൊറേ വീടുകളുടെ മുമ്പിലും ഇങ്ങനെ ആൾക്കാർ വീട്ടിൽ തന്നെ പൊട്ടിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ, കാരണം കൂടുതലും അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ. അതെ, റംബൂട്ടാൻ, പിന്നെ അതുപോലെ ചക്ക, മാംഗോസ്റ്റീൻ ഒക്കെ വിൽക്കുന്നുണ്ട് ഇവിടെ. പോണ വഴിയിൽ വീടുകൾ തന്നെ കാണാനുണ്ട്. ഫുള്ളിങ്ങനെ മരം ഇല കാണുന്നില്ല, ഫുൾ റംബൂട്ടാൻ, ഫുള്ള് വാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നേരത്തെ ഒരു 2 വീട്ടില് ഫുൾ വീട് കാണുന്നില്ല, അത്രയും ഈ റംബൂട്ടാന്റെ മരമാണ്. ആനെങ്കിലും കാണാൻ പറ്റിയായിരുന്നെങ്കിൽ. അവിടെ ചില സ്ഥലത്തൊക്കെ പുതിയ ഫെൻസിങ് ഒക്കെ കണ്ടു. സാധാരണ നമ്മൾ പോകുമ്പോൾ അത് കാണാറില്ലായിരുന്നു. പക്ഷെ എന്ത് ഭംഗിയാലേ കാണാൻ. ഈ മരങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ റോഡ് ഇങ്ങനെ കാണുന്നുണ്ട്. കാറൊക്കെ സൈഡാക്കി ഇടാം. കാർ സൈഡാക്കുന്ന അത്ര സേഫ് അല്ല. ഒരു മ്ലാവിനെ കാണാറുണ്ടായിരുന്നു, പക്ഷെ രാവിലെ വന്നാൽ ക്ലൈമറ്റ് കുഴപ്പമില്ല. നമ്മൾ പക്ഷെ ആ തുടക്കത്തിൽ ചാലക്കുടിയിൽ നിന്ന് തിരിഞ്ഞപ്പോൾ നല്ല വെയിലായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ഒരു നൈസ് ഒരു തുമ്പൂർ മൊഴി അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. കുറെ വണ്ടികൾ ഇങ്ങോട്ടും പോകുന്നുണ്ട്. തുമ്പൂർ മൊഴി. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എനിക്ക് അന്ന് പോയപ്പോ അത്ര വലിയ എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം. തൂക്കുപാലം തന്നെ, തൂക്കുപാലം ഉണ്ടായിരുന്നു. തൂക്കുപാലത്തിന് അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടുന്ന് കയറി അപ്പുറത്ത് ഇറങ്ങാൻ പാടില്ല. അപ്പൊ കൊച്ചി ഇവിടുന്ന് കയറുമ്പോൾ ടിക്കറ്റ് എടുക്കണം, പക്ഷെ അവിടെ ഇറങ്ങണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം. അത് ആ ഒരു സിസ്റ്റം ഞാൻ വേറെ ഒരിക്കലും കണ്ടിട്ടില്ല. നമ്മൾ പാലത്തുമ്പോൾ കയറാൻ ടിക്കറ്റ് എടുത്താൽ പാല അപ്പുറത്തേക്ക് കടന്ന് പിന്നെ തിരിച്ചു വരണ്ടേ, അതില്ല. അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ വേറെ ടിക്കറ്റ്. അത് എറണാകുളം ഡിസ്ട്രിക്ട് അത്ര, അതുകൊണ്ട് അവിടെ ഒരു ടിക്കറ്റ്. ഇവിടെ കയറുന്നത് തൃശ്ശൂർ ടിക്കറ്റ്, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ടിക്കറ്റ്. കോമഡി ആയിരുന്നു. ഞങ്ങൾ എന്നിട്ട് പാലത്തിന്റെ മുകളിൽ അവര് ഇറങ്ങണമെങ്കിൽ ഇങ്ങനെ ടിക്കറ്റ് എക്സ്ട്രാ എടുക്കണം. അപ്പൊ ഞങ്ങൾ തിരിച്ചും കൊണ്ടുവരെ നടന്നു. കാരണം അതെ, അവിടെ കാണാൻ
അല്ലെങ്കിൽ കാണാൻ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവിടെ കാണാവുന്നില്ല. കുറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു, വേറൊന്നുമില്ലായിരുന്നു. അത് കൂടി ഉണ്ടല്ലോ. ഇനി ഞങ്ങൾ അതിരപ്പള്ളി എത്തിയിരിക്കുന്നു. ഇവിടുന്ന് കാണാൻ പറ്റുമായിരിക്കും. കാണാൻ പറ്റുന്ന സ്പോട്ടിൽ നമ്മൾ പോയി. അത് വേറൊരു കോർണറാണ്. നമുക്കിനി വേറെ കോർണറിലേക്ക് പോകാം. ഇവിടെ ബസ്സുകളൊക്കെ ഇവിടെയൊക്കെ ബസ് നിർത്തിയിട്ട് അങ്ങോട്ട് പോകാൻ സ്ഥലം കാണാം. സോറി പറയാൻ കിട്ടിയില്ല. സോറി ഗൈസ്, ഒരു കഴിയും. നല്ല തിരക്കുണ്ട് ഗൈസ്, നല്ല തിരക്ക്. അതുകൊണ്ട് നമ്മൾ കണ്ടോ വണ്ടി പോലും ഇവിടെ ഒന്നും സ്ഥലമില്ല. നല്ല രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോവാനുള്ള പ്ലാനാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം അത്രയും തിരക്കുണ്ടാവും ഇവിടെ വരെ വണ്ടി. അപ്പൊ അപ്പുറത്തുള്ള പാർക്കിങ്ങിലൊക്കെ ഫുൾ വണ്ടി ആയിരിക്കും. നമുക്ക് വണ്ടി തിരിക്കാൻ പറ്റുമോ, അതാണ് വണ്ടി അപ്പുറത്ത് പോയിട്ട് തിരിക്കാം. അതിരുമ്പല്ലി വാട്ടർഫോൾസിന് അപ്പുറത്തേക്ക് നീക്കി കഴിഞ്ഞാൽ അവിടെ പോയി തിരിച്ചിട്ട് ഇങ്ങോട്ട് വരാം. നമുക്ക് അവിടെ പോയി വണ്ടി ഒന്നും പറിക്കാൻ പറ്റില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. നോക്കിയ തിരക്ക്, അവിടുത്തെ തിരക്കും കൂടെ കാണിക്കാം. വെക്കേഷൻ കഴിയാറായി. പിന്നെ കൊറേ ആന്ധ്ര വണ്ടികളുണ്ട്, തമിഴ്നാട് വണ്ടികൾ, കർണാടക എല്ലാം ഉണ്ട്. ഫുൾ അതാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു എനിക്ക്. കണ്ടോ അവിടെ ക്യൂ ആണ്. അയ്യോ, ടിക്കറ്റ് ഇതിന്റെ അവിടെ നോക്കി കാണാൻ പറ്റുന്നുണ്ടോ? നല്ല തിരക്കാ. കണ്ടോ അവിടെ ക്യൂ ആണ്. സ്ഥലമായതുകൊണ്ടും പെട്ടെന്ന് തോന്നല് തിരിച്ചതാ. നമുക്ക് ആ ഒരു വഴി എക്സ്പ്ലോർ ചെയ്യാം, അങ്ങനെ പോകുന്നതാണ്. പക്ഷെ വണ്ടി ചുമ്മാ ഒന്ന് എന്തായാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് ചുമ്മാ ഒന്ന് കേറിയിട്ട് താഴെ വരെ പോയില്ലെങ്കിലും ആ ഒരു വാട്ടർഫാൾസ് ജസ്റ്റ് ഒന്ന് കാണാം. ഇതിന്റെ ഉള്ളിലൊരു മഴയുണ്ടെങ്കിൽ അതൊന്ന് ആസ്വദിച്ച് തിരിച്ചു പോവാം. പക്ഷേ ഒന്നും നടന്നില്ല. ഇന്നാണെങ്കിൽ മഴയേ ഇല്ല. ഇന്ന് മുതൽ കാലവർഷം തുടങ്ങുന്ന എന്ന് പറഞ്ഞോ അന്ന് മുതൽ ഇവിടെ മഴയില്ല എന്നാണ് കേട്ടത്. ഓ, എന്തൊരു കൃത്യത. വണ്ടി അറ്റത്ത് പോയിട്ട് തിരിക്കുക. ഇവര് പാർക്ക് ചെയ്യാനുള്ളവര് പാർക്ക് ചെയ്തോട്ടെ. അതിരപ്പള്ളിയും കഴിഞ്ഞ് മലക്കപ്പാറയ്ക്കുള്ള വഴിയാ. ഇവിടെ പോലും ഫുള്ള് വണ്ടികളാ. ഞങ്ങൾക്ക് വണ്ടി വളയ്ക്കാൻ പോലും പറ്റണില്ല. ഇത്ര മാത്രം തിരക്കുള്ളത് ഇവിടെ വരെ ഇറക്കി. പിന്നെ കൊറേ ആൾക്കാര് മലക്കപ്പാറ പോകുന്നവരും ഉണ്ടാവുമായിരിക്കും അല്ലേ? വണ്ടിക്ക് മലക്കപ്പാറ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോന്നറിയില്ല. നല്ല വ്യൂ ഉണ്ട്. നല്ല കാഴ്ച. ഇത് അതിരപ്പള്ളി കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഒരു സ്ഥലം ഒഴിഞ്ഞത് കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതേ വണ്ടികൾ പിന്നെയും പാർക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുഴപ്പമില്ല ഏട്ടാ, ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ട്. പക്ഷെ ഇവിടെ നിൽക്കുന്നത് കുറച്ച് ഡേഞ്ചറാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അന്ന് വന്നപ്പോൾ ഒന്നും ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. ഈ മഴ കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ല ഒഴുക്കുമുണ്ട്, അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഞങ്ങളൊരു മലയണ്ണാനെ കണ്ടു. ദേ കണ്ടോ? ദേ പോണു. കണ്ടോ? ഞങ്ങൾക്ക് നേരിട്ട് നന്നായി കാണുന്നുണ്ട്. വെളിച്ചം ഉണ്ടോന്ന് അറിയില്ല. ഞങ്ങളെ തൊട്ട് മുകളിലാണ് ഉള്ളത്. അതെ, മുകളിൽ കയറിപ്പോയി. കറക്റ്റ് ഇതേ മുകളിലുണ്ട്. ആ ഇത് കുലിക്കാൻ താഴെ വീഴും. മുള ഒന്ന് കുലിക്കി നോക്കിയേ. അത്യാവശ്യം വെള്ളമുണ്ട്. അതൊക്കെ കുറേ ആൾക്കാരുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളിയിൽ നിന്ന് തിരിച്ച് അങ്കമാലി വഴിക്കാണ് പോകുന്നത്. ഇവിടെ നല്ല തിരക്കാണ്. പക്ഷെ ഇവിടെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് ഈ പാലത്തിൻ്റെ മുകളിൽ നേരത്തെ വരുമ്പോഴും കണ്ടായിരുന്നു. കുറച്ചുകൂടി വെള്ളം ആവാനുണ്ട്, പോരാ. ശരിക്കും ആ പാറകളൊന്നും കാണൂല. അതിനേക്കാളും മുകളില് ഞങ്ങളും വിചാരിച്ചു വെള്ളച്ചാട്ടം കുറച്ച് നല്ല പോലെ ഉണ്ടാവും. പക്ഷെ
അത്രയ്ക്ക് അങ്ങോട്ട് ഒഴുക്കുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. ഒഴുക്കുണ്ട്, പക്ഷെ വെള്ളം കുറവാണ്. ഇവിടെയൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നു. ട്രാവലറിൽ അവര് കൊണ്ടുവന്നിട്ട് അങ്ങനെ. ഈ റൂട്ടും നല്ല റൂട്ടാണ്, പക്ഷെ ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പം നമുക്ക് വഴി തെറ്റിയിട്ട് നമ്മൾ വേറെ മാത്രല്ല കുറച്ച് ഭാഗം ഭയങ്കര മോശം റോഡാണ്. അതെ, ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയില്ല. അന്ന് എന്തൊക്കെ പണിയൊക്കെ നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. മാറ്റമില്ല, വലിയ കുഴിയാണ്. ഇതായതുകൊണ്ട് അറിഞ്ഞില്ലേ. ഇത് ചെക്ക് പോസ്റ്റാണ്, പക്ഷെ ചെറിയ റോഡാണ്. 2 വണ്ടി ഓപ്പോസിറ്റ് പോവാൻ. അതെ, മറ്റേ റോഡ് അത്യാവശ്യം ചാലക്കുടിയിലേക്ക് കയറുന്നത് അത്യാവശ്യം വലിയ റോഡാണ്. ഇത് പക്ഷേ ഭയങ്കര കുഞ്ഞു റോഡാണ്. അതിരപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ നേരെ വന്ന് കയറിയത് നമ്മൾ അഡലക്സ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പാരഗൺ കണ്ടപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കായിരുന്നു, പക്ഷേ ഏട്ടനെ കണ്ട് മനസ്സിലായപ്പോൾ ഒരു ചേട്ടൻ നമുക്ക് സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വന്നു. നല്ലപോലെ നമ്മളെ ട്രീറ്റ് ചെയ്തു. ഞങ്ങളതേ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്തായാലും നല്ല വിശന്നിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലോട്ട് പോയത്. എന്തായാലും നല്ലൊരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ആയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, അതുമാത്രം ഒരു ഇതായി. പക്ഷേ നല്ല സെർവിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു.